കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്. വായിച്ച് അവസാനിപ്പിച്ചതിന് ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടൊക്കെ നമ്മൾ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്താ പറയാ, അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ ഇടവേളകൾക്ക് മാത്രമേ അതൊക്കെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ നിർത്താൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെ തുടർന്ന് വന്നതൊക്കെ വലിയ വലിയ കുടികളാണ്. അപ്പൊ ഈ കുടി മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്ന് പറഞ്ഞ തലക്കെട്ട് പോലെ തന്നെ നമ്മളെ കൂടുതൽ ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ബിൽഡപ്പ് ഈ അദ്ദേഹത്തിലൂടെ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് കൂടുതലും അദ്ദേഹം അവലംബിച്ച മാർഗം ഒരുപാട് കഥകളും അനുഭവങ്ങളൊക്കെ, വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെയാണ് പുള്ളി അതിനു വേണ്ടി തെരഞ്ഞെടുത്തത്. എന്നാൽ അതിനിടയിൽ ഇത്തിരി കഥകൾക്കിടയിൽ അല്പം കാര്യം കൂടി പറയുക എന്നുള്ളതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ നമ്മള് ദീർഘകാലത്തേക്ക് കൂടി നിർത്താനൊക്കെ കുറച്ച് കാലത്തേക്ക് ശ്രമിച്ച ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് വേണം, എന്താ പറയാ, ഒരു മദ്യാസക്തനാണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് വീണ്ടും ഒരു സ്വയം പരീക്ഷണം നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസമൊക്കെ അവസാനമായിട്ട് നമ്മളോട് പറഞ്ഞത്. പിന്നെ നമ്മള് സാധാരണ ഗതിയിൽ കുടി നിയന്ത്രിക്കാൻ സാധിക്കാത്തവരുടെ പ്രശ്നം എന്താണെന്നുള്ളതൊക്കെ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ തറവാട്ടിലുണ്ടാവും. നമ്മളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുടി നിർത്താനും അതൊക്കെ ശ്രമിക്കുകയും വീണ്ടും വീണ്ടും നമ്മൾ പരാജയപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴായിട്ട് നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. പിന്നെ സാമാന്യ നിലയിൽ കുടി നിയന്ത്രിക്കാൻ സാധിക്കാത്തവരുടെ പ്രശ്നം എന്താ വെച്ചാല് ഇത് കുടി അപ്പാടെ എങ്ങനെ നിർത്തുക എന്നുള്ളൊരു ഭയപ്പാട്. അവിടെ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു മാർഗമാണ് അവിടെ. അതാണ് നമുക്കിവിടെ പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഒരാള് എത്ര പെട്ടെന്ന് രക്ഷപ്പെടും എന്നൊക്കെ സാമാന്യ നിലയിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ഉത്തരമായിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാല്, ഒരാൾക്ക് മദ്യപാനം നിർത്തണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു വിവേചന ശക്തി എത്രമാത്രം അയാൾക്ക് എന്താ പറയാ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അയാളുടെ ജീവിതത്തിലെ വിജയപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മളെ പോലെയുള്ളവരാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ വായനക്കാരെ സഹായിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ചു നാൾ കുടിക്കാതിരിക്കുക എന്ന പരീക്ഷണം സഹായകരമാണെങ്കിലും അവശരായ മദ്യപാനാസക്തരെയും വൈദ്യശാസ്ത്ര വിഭാഗക്കാരെയൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ സഹായിക്കാൻ മറ്റു തരത്തിൽ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് നമ്മൾ മദ്യപാനത്തേക്ക് വീണ്ടും വീണ്ടും വഴുതി വീഴുന്നതിന് മുമ്പായി മദ്യാസക്തിയിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെ പറ്റി ഞങ്ങൾ വിവരിക്കാമെന്ന് പറഞ്ഞിട്ട് പുതിയൊരു കഥയിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവരികയാണ്. ധാരണമായ ആദ്യത്തെ കുടി പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു മദ്യാസക്തനിൽ ഒറ്റി നിൽക്കുന്ന ചിന്താഗതികൾ ഏതെല്ലാം തരത്തിലുള്ളതായിരിക്കും? അതൊരു ചോദ്യമാണ്. കാരണം വളരെ ഗുരുതരമായ ഒരവസ്ഥയിലെത്തിയ മദ്യപാനിയുടെ അവസാനത്തെ അല്ലെങ്കിൽ അയാളുടെ ചിന്താഗതികൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഒരു ചോദ്യം. ഭാര്യ വിവാഹ മോചനം നേടാൻ ഒരുമ്പെടുന്ന ആ ഒരു സമയത്തോ അതല്ലെങ്കിൽ കടത്തിൽ മുങ്ങാൻ പോകുന്നതോ അയാളുടെ സ്നേഹിതനിൽ വീണ്ടും വീണ്ടും അയാൾ മദ്യഷാപ്പ് നോക്കി നേരെ നടന്നു കയറുന്നത് കാണുമ്പോൾ അമ്പരന്ന് പോകുന്നു. എന്തുകൊണ്ടാണ് അവൻ ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മളുടെ പല ആളുകളും മീറ്റിങ്ങിനൊക്കെ വന്ന് കുറെ നാളുകൾ കഴിഞ്ഞ് വീണ്ടും കുടിച്ചു പോകുന്ന അവസ്ഥ കാണുമ്പോൾ ഈ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല സഹായങ്ങളും ചെയ്ത ഒരുപാട് സമൂഹം ഉണ്ടാവും നമ്മളുടെ ചുറ്റുവട്ടത്ത്. അവരൊക്കെ ഇത് കാണുമ്പോൾ, ഇയാൾ വീണ്ടും കുടിച്ചത് കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി പറയണം, ഇയാൾ എന്ത് രോഗമാണ് ഇയാൾക്ക്, ഇയാൾ എന്ത് ചികിത്സ എടുത്ത് ഇപ്പൊ ഇത്രയും ദിവസം നല്ലപോലെ പോയ ഒരാളല്ലേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ പ്രോഗ്രാം പറയുന്നത് അങ്ങനെയല്ല. അത് ജീവിതാവസാനം വരെ അയാളിലുള്ള രോഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് നിർത്തിയത്. അപ്പം ഇനി അടുത്തത്
ആരെങ്കിലും 34-ാമത്തെ പേജില് ആദ്യത്തെ 2 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഉദാഹരണം ഞങ്ങൾ ജിം എന്ന് വിളിക്കുന്ന സുഹൃത്താണ് എന്നുള്ളത് വായിക്കാൻ ആരെങ്കിലും തയ്യാറാവുക പ്ലീസ്. ഞാൻ വായിക്കാം. ഓക്കെ. സുഹൃത്തുക്കളെ, ഞാൻ രമ്യ ദീപാനി വഴി ദൈവാനുഗ്രഹത്തിലെ എൻ്റെ പേര് കല്യാണി. ഞങ്ങളുടെ ആദ്യത്തെ ഉദാഹരണം ഞങ്ങൾ ജിം എന്ന് വിളിക്കുന്ന സുഹൃത്താണ്. ഇദ്ദേഹത്തിന് ഒരു സുന്ദരിയായ ഭാര്യയും കുടുംബവുമുണ്ട്. നല്ല വരവുള്ള ഒരു വാഹന ഏജൻസി കുടുംബ വഴിയായി അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ലോകമഹായുദ്ധത്തിൽ മഹത്തായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ല ഒരു വിൽപ്പനക്കാരനാണ്. വല്ലപ്പോഴും പെട്ടെന്ന് ഷോപ്പിക്കുന്നത് ഒഴിച്ചാൽ വളരെ ബുദ്ധിമാനും സാധാരണ പ്രകൃതക്കാരനുമാണ്. തൻ്റെ 35-ാം വയസ്സ് വരെ അയാൾ മദ്യം കഴിച്ചിട്ടില്ല. ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുടിച്ചുന്മത്തനായാൽ വളരെ ആക്രമണാസക്ത നിലയിലെത്തുകയും രക്ഷാകേന്ദ്രങ്ങളിൽ അടയ്ക്കേണ്ട നില വരെ അയാൾ എത്തുകയും ചെയ്തു. രക്ഷാകേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന അയാൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിനായി വന്നു. മദ്യാസക്തിയെപ്പറ്റി ഞങ്ങൾക്കറിയാവുന്നതും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്തിയെന്നതും അയാളോട് വിവരിച്ചു. അയാൾ ഞങ്ങളുടെ പരിപാടിയിൽ തുടക്കം കുറിച്ചു. അയാളുടെ കുടുംബം ഒന്നിച്ചു കൂടുകയും ഒരു വിൽപ്പനക്കാരൻ എന്ന നിലയിൽ അയാൾ മദ്യപിച്ച് നഷ്ടപ്പെടുത്തിയ പഴയ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യാനും തുടങ്ങി. കുറച്ചു കാലത്തേക്ക് സംഗതികളൊക്കെ നന്നായി പോയിക്കൊണ്ടിരുന്നെങ്കിലും അയാൾ തൻ്റെ ആത്മീയ ചിന്താഗതികൾ വിശാലമാക്കാൻ ഒരുപെട്ടില്ല. അയാൾ സ്വയം പരിമരിക്കുമാറ് തുടരെ കുടിച്ചുന്മത്തനായി. ഈ ഓരോ സന്ദർഭത്തിലും എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ അയാളോടൊത്ത് പ്രവർത്തിച്ചു. താൻ ഒരു യഥാർത്ഥ മദ്യപാനാസക്തനാണെന്നും തൻ്റെ നില ഗുരുതരമാണെന്നും അയാൾ സമ്മതിച്ചു. ഇനി കുടിക്കുകയാണെങ്കിൽ താൻ വീണ്ടും രക്ഷാകേന്ദ്രത്തിൽ എത്തിപ്പെടുമെന്നും അയാൾക്കറിയാമായിരുന്നു. എല്ലാറ്റിനും ഉപരിയായി അയാൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുടുംബം അയാൾക്ക് നഷ്ടപ്പെടുമെന്നും അറിയാമായിരുന്നു. എന്നിട്ടും അയാൾ വീണ്ടും കുടിച്ചുന്മത്തനായി. അതങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായി ഓക്കെ. നമ്മള് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് നമ്മളിവിടെ ഒരു ഉദാഹരണം വീണ്ടും പറയുകയാണ്. ജിം എന്ന വിളിക്കുന്ന ഒരു സുഹൃത്തിന്റെ കാര്യത്തിലേക്കാണ് ആ ഒരു ഉദാഹരണം പോകുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ആളുകളിൽ കാണുന്ന ഒരു ചില പ്രകൃതം ഉണ്ട്. അയാളുടെ അടുത്ത് നല്ല കാശുണ്ടല്ലോ, അയാൾ കാണാൻ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണല്ലോ, അയാളുടെ ഭാര്യ നല്ല സുന്ദരിയാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ എന്തുകൊണ്ടാണ് ഇയാൾ വെറുതെ കള്ളം കുടിച്ച് നടക്കുന്നതൊക്കെ പലപ്പോഴും ഇങ്ങനെ ആളുകൾ പരാമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദാഹരണം ഇവിടെ ജിം എന്ന് പറയുന്ന ഒരാൾക്ക് ഇതുപോലെ നല്ല സുന്ദരിയായ ഒരു ഭാര്യയും കുട്ടി കുടുംബമുള്ള നല്ല ഒരാളാണ്, നല്ല വരുമാനമുള്ള ഒരു വാഹന ഏജൻസി ഇയാൾക്ക് കുടുംബ വഴിയായിട്ട് കിട്ടിയ ആളാണ്. അങ്ങനെ ലോകമായുധത്തിലൊക്കെ മഹത്തായ സേവനം അനുഷ്ഠിച്ചതിന്റെ ഒരു പങ്ക് ഇയാൾക്കുണ്ട്. നല്ല ഒരു കച്ചവടക്കാരനാണ്. അങ്ങനെ വല്ലപ്പോഴും പെട്ടെന്നൊക്കെ ഒന്ന് ദേഷ്യപ്പെടുന്ന ചോദിച്ചാല് നല്ല ബുദ്ധിമാനും നല്ല പ്രകൃതമൊക്കെ ഉള്ള ഒരാളെ കുറിച്ചാണ് ഈ ഒരു 35-ാം വയസ്സിൽ അദ്ദേഹം മദ്യം കഴിച്ചിട്ടില്ല. പിന്നെ തന്റെ എന്താ പറയുക, ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ താൻ കുടിച്ചുന്മത്തനാകാൻ വളരെ അക്രമാസക്ത നിലയിലെത്തുകയും രക്ഷാകേന്ദ്രങ്ങളിൽ അടയ്ക്കേണ്ട നില വരെ അയാൾ എത്തുകയും ചെയ്തു. അപ്പൊ രക്ഷാകേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന അയാൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിനായിട്ട് വന്നു. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ അയാള് ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് നമ്മൾ എയുടെ മെസ്സേജ് കിട്ടി അന്വേഷിക്കാൻ വന്നു എന്നാണ് പറയുന്നത്. അതിന് മുമ്പായിട്ട് പറയുന്നത് അയാള് 35 വയസ്സിന് മാത്രമാണ് അയാൾ മദ്യപാനം തുടങ്ങിയത്. അതുകൂടാതെ അയാൾക്ക് എന്താണ് ഭയങ്കര അക്രമാസക്തി നിലയിലെത്തുന്ന ഒരാളായിട്ടാണ് തോന്നിയത്. അങ്ങനെ അയാൾക്ക് ഏതെങ്കിലും ചികിത്സാലയങ്ങളിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാള് എന്താ പറയാ വളരെ മോശപ്പെട്ട നിലയിലെത്തുന്നതായിട്ട് ഇവിടെ പരാമർശിക്കുക. അപ്പൊ നമ്മളുടെ ഇടയിലുള്ള പല ആളുകളും പറയും ഞങ്ങൾ അത്രയൊന്നും കുടിക്കാറില്ല, ഞങ്ങൾ ഇപ്പൊ അടുത്ത ദിവസമാണ് കുടി തുടങ്ങിയത്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന പല ഉദാഹരണങ്ങളും നമ്മുടെ നിത്യ മീറ്റിങ്ങിന്റെ സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മദ്യാസക്തിയെ പറ്റി ഞങ്ങൾക്ക് അറിയാവുന്ന അത്രയും ഞങ്ങൾ അയാളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്തി എന്നതും ഞങ്ങൾ അയാളോട് വിവരിച്ചു. അയാൾ നമ്മുടെ പരിപാടിയിലൊക്കെ തുടക്കം കുറിച്ചു കുടുംബമൊക്കെ ഒന്നിച്ചു കൂടുകയും നമ്മുടെ വിൽപ്പനക്കാരൻ എന്ന നിലയിൽ
അയാൾ മദ്യപിച്ച് നഷ്ടപ്പെടുത്തിയ പഴയ സ്ഥാപനത്തിൽ തന്നെ അയാൾ ജോലിക്കും കയറി. നമ്മളെ ഒരു പ്രത്യേകതയാണല്ലോ, നമ്മളുടെ ഒരു ഇത് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു തുടക്കം കുറിക്കാൻ അയാൾ അവിടെ തന്നെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ കുറച്ചു കാലത്തേക്ക് സംഗതികളൊക്കെ നന്നായി പോയിക്കൊണ്ടിരുന്നെങ്കിലും അയാൾ തന്റെ ആത്മീയ വശം എന്താ പറയുക ചിന്താഗതികളൊന്നും വിശാലമാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ വലിയ കാര്യത്തിനൊക്കെ നമ്മൾ പറയും, ഓ നമ്മള് ജോലിക്കൊക്കെ പോകുന്നുണ്ട്, നമുക്ക് വരുമാനം അതൊക്കെ നമ്മളുടെ കയ്യിൽ വന്നപ്പോഴാണ് നമുക്ക് ഇതൊക്കെ സാധിച്ചത് എന്നൊക്കെ പറയുമ്പോഴും കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മളുടെ പഴയ കാലത്തെ ഓർമ്മകളും അതല്ലെങ്കിൽ നമുക്ക് ചില എന്താ പറയാ ചെറുപ്പകാലത്തെ ചില ചിന്തകളൊക്കെ നമ്മൾ അലട്ടും. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ട വിധം നമ്മൾക്ക് കൈകാര്യം ചെയ്ത് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആത്മീയ വശം നമ്മൾ വിശാലമാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു ലക്ഷണമായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പം കുറച്ചു കാലത്തേക്ക് സംഗതികൾ നന്നായിട്ട് നന്നായി പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇയാളുടെ ഈ ആത്മീയ വശം വികസിപ്പിച്ചിട്ടില്ലെങ്കിൽ അയാൾ സ്വയം പരിഭ്രമിക്കുകയോ തുടരെ തുടരെ കുടിച്ച് ഉന്മത്തനാവുകയോ ഒക്കെയായി അയാളുടെ ശീലം. ഈ ഓരോ സന്ദർഭത്തിലും എന്താണ് സംഭവിച്ചതെന്നും വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ തന്റെ നില ഗുരുതരമാണെന്നും അയാൾ സമ്മതിച്ചു. ഇനി കുടിക്കുകയാണെങ്കിൽ താൻ വീണ്ടും രക്ഷാകാന്ത്യത്തിൽ അയാൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുടുംബം അയാൾക്ക് നഷ്ടപ്പെടുമെന്നും അയാൾ അറിയാമായിരുന്നു. അപ്പം പലപ്പോഴായിട്ട് നമ്മളുടെ ആ ഒരു ചെറിയ ഇടവേളകളിലുള്ള ഒരു റിലാക്സ് ഒക്കെ ഗൗരവത്തോടു കൂടി നമ്മൾ കണ്ട് ഒരു പുതിയ മാർഗം കണ്ടെത്തി നമ്മൾ സോബറായിട്ടില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് മാറുകയും നമ്മളെ വീണ്ടും വീണ്ടും കയ്യും കാലൊക്കെ കെട്ടി നമ്മളെ രക്ഷാകേന്ദ്രത്തിൽ എത്തിക്കപ്പെടേണ്ട അവസ്ഥ വരികയൊക്കെ ചെയ്യും. എല്ലാത്തിനും ഉപരിയായി അയാൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ കുടുംബം തന്നെ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു അവസരികത എത്തും എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇവിടെ പറയാനുള്ള കാരണം, ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ, എത്ര നമ്മൾ ഗൗരവത്തിൽ കാണണം നമ്മുടെ മീറ്റിങ്ങിന്റെ നടപടികൾ. ഒരു പ്രോഗ്രാം, ആത്മീയപരമായ ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ വേണ്ട വിധം സ്വീകരിച്ച് അതിനെ വിശാലമാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഒരു അടുത്ത ഒരു കുടി നമ്മളുടെ പുറകിൽ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഉദാഹരണം കൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിച്ചത്. അടുത്ത 35 പേജ് ആരെങ്കിലും പൂർണ്ണമായിട്ട് വായിക്കും? ഒന്നില്ലേ? വായിക്കാം. എന്നിട്ടും അയാൾ വീണ്ടും കുടിച്ചുന്മത്തനായി. അതെങ്ങനെ സംഭവിച്ചുവെന്ന് കൃത്യമായി വിവരിക്കാൻ അയാളോട് ഞങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞ കഥ ഇതാണ്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് വന്നു. എൻ്റെ സ്വന്തമായിരുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഒരു വിൽപ്പനക്കാരനെന്നത് എനിക്ക് പ്രയാസം ഉളവാക്കി. മുതലാളിയോട് ഗൗരവത്തോടെങ്കിലും കുറച്ച് സംസാരിക്കേണ്ടി വന്നു. കാറിന്റെ വിൽപ്പനക്കായി ഒരാളെ കാണുന്നതിനായി ഗ്രാമത്തിലേക്ക് വണ്ടിയും കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. വഴിയിൽ വിശപ്പ് അനുഭവപ്പെട്ടതു കാരണം വണ്ടി അരികിലിട്ട ശേഷം മദ്യശാപ്പോട് കൂടിയ ഒരു ഹോട്ടലിൽ കയറി. എനിക്ക് കുടിക്കണമെന്ന ഉദ്ദേശമേ ഇല്ലായിരുന്നു. റൊട്ടി കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നേരത്തെ ഇവിടെ വന്ന പല അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ചിലപ്പോൾ കാർ വിൽപ്പനക്ക് പറ്റിയ ആളിനെ ഇവിടെ കണ്ടുകിട്ടുകയുമെന്ന ഒരു തോന്നലുണ്ടായിരുന്നു. കുടിക്കാതിരുന്ന ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ഞാനിവിടെ വരാറുണ്ടായിരുന്നു. ഒരു മേശക്കരിയിലിരുന്ന ശേഷം ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും ഞാൻ ഓർഡർ കൊടുത്തു. അപ്പോഴും കുടിക്കുന്ന വിചാരമേ ഇല്ലായിരുന്നു. വീണ്ടും ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും കൂടി ഞാൻ ഓർഡർ കൊടുത്തു. പാലിനകത്ത് 1 ഔൺസ് വിസ്കി ഒഴിച്ചാൽ വയറ് നിറഞ്ഞിരിക്കുന്ന എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പാഞ്ഞു കയറി. ഞാൻ വിസ്കിക്ക് ഓർഡർ കൊടുത്ത് അത് പാലിൽ ഒഴിച്ചു. എൻ്റെ പ്രവൃത്തി ബുദ്ധിപരമല്ലെന്ന് തോന്നിയെങ്കിലും നിറഞ്ഞ വയറ്റിലാണ് വിസ്കി കുടിക്കുന്നതെന്ന ചിന്ത എനിക്ക് ആശ്വാസം തന്നു. ഈ പരീക്ഷണം വിജയിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും വിസ്കിയും പാലിനും ഓർഡർ കൊടുത്തു. ശല്യമൊന്നും
ഉണ്ടാക്കാത്തത് കാരണം വീണ്ടും മദ്യം കഴിച്ചു. അങ്ങനെ രക്ഷാകേന്ദ്രത്തിലേക്കുള്ള യാത്ര ജിം വീണ്ടും തുടങ്ങി. മദ്യപിച്ചെന്ന് മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ ശാരീരികവും മാനസികവുമായ യാതനകൾക്കുപരിയായി ശിക്ഷ ലഭിക്കണമെന്ന ഭീഷണിയും കുടുംബവും സ്വന്തം പദവിയും നഷ്ടപ്പെടുമെന്ന സ്ഥിതിയും ഉണ്ടായി. മദ്യം കൊണ്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക യാതനകളും ശാരീരിക പ്രയാസങ്ങളും വിട്ടകല. മദ്യപനെന്ന നിലയിൽ അയാളെക്കുറിച്ച് അയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പാലിൽ കലർത്തിയ കലർത്തിയാണെങ്കിൽ തനിക്ക് വിസ്കി കുടിക്കാം എന്ന വിഡ്ഢിത്തം കലർന്ന വിചാരം മദ്യപിക്കാതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ മനസ്സിൽ നടന്ന എല്ലാ വടംവലികളെയും തള്ളി നീക്കി. ഇതിന്റെ സംക്ഷിപ്തമായ നിർവചനം ഏതായാലും ഞങ്ങൾ ഇതിനെ ശരിക്കും ഭ്രാന്തേ എന്നേ പറയൂ. ബുദ്ധിയില്ലായ്മയും നേരായ മാർഗങ്ങളിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത അസന്തുലിതാവസ്ഥയും മറ്റെന്ത് വിളിക്കുക. 36 വായിക്കണോ ലതീഷ് ചേട്ടാ? വേണ്ട വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ, താങ്ക് യു ഷംസു. നമ്മൾ ജിമ്മിന്റെ കഥയാണ് വായിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സാരാംശം നമ്മൾ നോക്കുമ്പോൾ ഈ ജിമ്മിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു വ്യത്യസ്തനായ ഒരു മദ്യാസക്തനാണ് അയാള്. അയാള് നല്ല കുടുംബവും പശ്ചാത്തലമൊക്കെ ഉള്ള ഒരാള്. 30-35 വയസ്സിൽ കുടി ആരംഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ മദ്യാസക്തനായി മാറിയ ഒരു കഥ. അങ്ങനെ അയാൾ ചികിത്സയ്ക്ക് വിധേയനാവുകയും ആൽക്കഹോളിക് അനോണിമസിന്റെ അംഗങ്ങളെ പരിചയപ്പെടുകയും അങ്ങനെ ഇവിടേക്ക് വന്നപ്പോഴും അയാൾ വീണ്ടും കുടിച്ചു പോകുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അയാളുടെ ആത്മീയ വശം വിശാലമാക്കാൻ ഒരുപെട്ടിട്ടില്ല, അതുകൊണ്ടാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് അയാൾക്ക് വീണ്ടും കുടിക്കേണ്ടി വന്നു. അത് മാത്രമല്ല അതിനൊരു കാരണം. അതെങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് വിവരിക്കാൻ അയാളോട് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിച്ചപ്പോ അയാള് പറഞ്ഞത് എന്ന് വെച്ചാൽ, ചൊവ്വാഴ്ച രാവിലെ അയാൾക്ക് ജോലിക്ക് അയാൾ വന്നു. ചൊവ്വാഴ്ച അയാളുടെ സ്വന്തമായിരുന്ന സ്ഥാപനത്തിൽ അയാൾ വീണ്ടും ജോലിക്കാരനായിട്ട് ജോലി എടുക്കുന്നത് അയാൾക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയതായിട്ടുള്ള കാര്യം. അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് നേരത്തെ പറഞ്ഞ ഒരു ആത്മീയപരമായ മാർഗത്തിൽ കീഴ്പ്പെടുത്തിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ, മുതലാളിയോട് ഗൗരവത്തോടെ അല്ലെങ്കിലും കുറച്ച് സംസാരിക്കേണ്ടതായിട്ട് വന്നതായിട്ട് അയാൾക്ക് ആ സാഹചര്യത്തിൽ വന്നു. അപ്പൊ ഈ കാറിന്റെ വിൽപ്പനയ്ക്കായിട്ട് ഒരാളെ കാണുന്നതിനായിട്ട് അയാൾ ഗ്രാമത്തിലേക്ക് പോവാണ്. വണ്ടിയും കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വഴിയിൽ അയാൾക്ക് വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ അയാൾ ഒരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലാണെങ്കിലോ ഇയാൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലവുമായിട്ടുള്ള ഒരു ഓർമ്മയും അയാൾക്ക് ഉണ്ടായിരുന്നു. അയാൾ മദ്യം കഴിക്കണം എന്നുള്ള യാതൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. സാധാരണ ഒരു റിലാക്സ് ആവുന്ന ആളുകൾ പെട്ടെന്ന് അങ്ങനെ ചിന്തയിൽ പോയിട്ട് അങ്ങനെ കാത്തിരിക്കൊന്നുമില്ല. പക്ഷെ ഒരു എന്താ പറയാ, നല്ല നല്ല ആളുകളെയൊക്കെ അവിടെ കണ്ടെത്താൻ പറ്റുന്നുള്ളൊരു ആ സമയത്ത് നമ്മൾക്ക് റിലാക്സിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ, നമ്മളെ നെഗറ്റീവ് ചിന്തകളെയൊക്കെ അത് ഇങ്ങനെ ബലത്തോടു കൂടി അതവിടെ പിടിച്ചു നിർത്തും. കാരണം എന്താ വെച്ചാല് നമ്മളുടെ ആ ഒരു റിലാക്സിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഉള്ളിലേക്ക്, നമ്മൾ പറയില്ല റാണീച്ച കയറിയ കൂട്ടിലേക്ക് ഒരു ഈച്ച പോയിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മളെ വല്ലാതെ പിടിച്ചു വയ്ക്കും. ആ ഒരു ട്രിഗർ ചെയ്യാന്ന് പറയും. അത് നമ്മളങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനൊക്കെ അയാൾ ഓർഡർ കൊടുത്തു. കാരണം അയാൾക്ക് കുടിക്കണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും അയാൾക്ക് എന്താ പറയാ, പാലിനകത്ത് ഒരു ഗ്ലാസ് വിസ്കി ഒഴിച്ച് കഴിച്ചാൽ ഈ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്ത അയാളെ വീണ്ടും കീഴ്പ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അയാൾ വിസ്കിക്കും ഓർഡർ ഉടനെ തന്നെ കൊടുത്തു. പിന്നെ അത് പാലിലൊഴിച്ച് കഴിച്ചു. അയാൾ പറഞ്ഞ മാതിരി പിന്നെ എന്റെ പ്രവൃത്തി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ തോന്നിയെങ്കിലും ഈ ഒരു വയറ് നിറച്ച അവസ്ഥയിലായതുകൊണ്ട് വിസ്കി കുടിക്കുന്നത് എന്ന ചിന്ത എനിക്ക് ആശ്വാസം തന്നു. കാരണം നമ്മള് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നമ്മൾ തടിയൊക്കെ നല്ല നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ 2 കഴിച്ചാൽ കുഴപ്പമില്ല. പണ്ട് അങ്ങനെയല്ല, കിട്ടിയത് മുഴുവൻ കുടിച്ച് റോഡ് കിടക്കുന്ന റോഡിന്റെ വഴി നോക്കുന്നൊക്കെ കുടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ മാറി. ഇപ്പം 4 മുക്കാല് കാശുണ്ട് കയ്യിൽ. അപ്പം അങ്ങനെയുള്ള ഒരു നിഷേധമായ
ചില ചിന്തകളൊക്കെ നമ്മളിലേക്ക് വീണ്ടും കയറി വരും. അങ്ങനെയാണ് ആ രക്ഷാകേന്ദ്രത്തിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങിയത്. കാരണം മദ്യപിച്ചതിനെ തുടർന്നുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ യാതനകൾക്കുപരിയായി ശിക്ഷ ലഭിക്കുന്ന ഭീഷണിയും കുടുംബവും സ്വന്തം പദവിയും നഷ്ടപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അവസാന ഘട്ടത്തിലേക്ക് ഇയാൾ എത്തിയപ്പോൾ മദ്യം കൊണ്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക യാതനകളും ശാരീരിക പ്രയാസങ്ങളും വിട്ടുകളയാൻ, മദ്യം കൊണ്ട് അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ വിട്ടുകളയാം. മദ്യപൻ എന്ന നിലയിൽ അയാളെ കുറിച്ച് അയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പാലിൽ കലർത്തി ആണെങ്കിൽ എനിക്ക് വിസ്കി കുടിക്കാമെന്ന അയാളുടെ മനസ്സിൽ നടന്ന എല്ലാ വടംവലികളെയും അത് തള്ളി നീക്കി. ശരിക്കും ഭ്രാന്തനെ പറയും. ബുദ്ധിയില്ലായ്മയുടെ നേരായ മാർഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത അസന്തുലിതാവസ്ഥയുടെയും മറ്റെന്ത് ആണ് വിളിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ, ഒരുപാട് നീട്ടി വലിച്ച് പറയാനുണ്ട്. ജിന്നിന്റെ ആ ഒരു വീണ്ടുമുള്ള കുടിയെ കുറിച്ച് പറയുമ്പോൾ അയാൾ അതിന്റെ ആത്മീയപരമായ ഒരു വികാസം അയാൾക്ക് പ്രാപിക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തത് ആ നിഷേധ സ്വഭാവം, നമ്മളെ ഒരു തീരുമാനം തെറ്റായ രീതിയിൽ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ, റേറ്റും ഇങ്ങനെയൊക്കെ നമ്മൾ നടത്തും. അപ്പൊ നമുക്ക് ആ ഒരു അവസ്ഥ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കും എന്നുള്ള ഒരു സൂചന ഈ കഥയിലൂടെയൊക്കെ നമ്മൾക്ക് നൽകുകയാണ്. മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തെ സുബോധമുണ്ട്, ഞാൻ ദിവസം മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ബുക്ക് വായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് ഒരു കഥയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുക. ഏതായാലും അടുത്ത 36ാമത്തെ പേജിലേക്ക് ആരെങ്കിലും ഒന്ന് കടന്നു വന്നാൽ ഞാൻ വായിക്കാം. ഇതൊരു അതിരുകടന്ന സംഗതിയാണെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇതത്ര അസംഭവമായ കാര്യമൊന്നുമല്ല. കാരണം ഈ മട്ടിലുള്ള ചിന്താഗതി ഞങ്ങളിൽ ഓരോരുത്തരുടെയും സഹജ സ്വഭാവമായിരുന്നിട്ടുണ്ട്. മദ്യം കുടിച്ചതിന് ശേഷമുള്ള അനന്തര ഫലങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളിൽ ഇതൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്, ജിമ്മിലുള്ളതിനേക്കാൾ കൂടുതലായി. എന്നാൽ ഞങ്ങളുടെ എന്തിനേയും നീതീകരിക്കൽ എന്ന സ്വഭാവത്തിന് അനുയോജ്യമായ രസകരമായ ഒരു മാനസിക പ്രവണത കൂടി എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യത്തെ കുടി കുടിക്കുന്നതിന് അനിവാര്യമായും എന്തെങ്കിലും ഭ്രാന്തിന് തുല്യമായ നിസാര ഒഴിവഴികൾ പറയുക എന്നത് ഞങ്ങളുടെ ശക്തമായ ന്യായീകരണ സ്വഭാവം ഞങ്ങളെ മദ്യം കഴിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. കുടിക്കുക എന്ന ഭ്രാന്തൻ ആശയം മാത്രം എപ്പോഴും ജയിച്ചു. പിറ്റേ ദിവസം ഇത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് എല്ലാ നേരായ്മയോടും ആത്മാർത്ഥതയോടും കൂടി ഞങ്ങളോട് തന്നെ ചോദിക്കും. മറ്റു ചില അവസരങ്ങളിൽ ശരീരത്തിന്റെ പിരിമുറുക്കം കൊണ്ടോ ദേഷ്യം കൊണ്ടോ വ്യസനം കൊണ്ടോ അതുപോലുള്ള മറ്റു കാരണങ്ങൾ കൊണ്ടോ ഞങ്ങൾ തന്നെ മനഃപൂർവ്വം കുടിച്ചുന്മത്തരാകുന്നതിന് തയ്യാറെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുടിയുടെ തുടക്കങ്ങളുടെ കാര്യത്തിൽ പോലും പിന്നീടുണ്ടായ സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ കുടിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒഴിവൊഴിവുകൾ പറയുക എന്നത് തനി വട്ടന്മാരുടെ സ്വഭാവമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാൻ നിർബന്ധിതരാണ്. വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ലാതെ മനഃപൂർവ്വം ഞങ്ങൾ കുടിക്കാൻ ആരംഭിച്ചപ്പോൾ അങ്ങനെ കുടിക്കുന്നതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ഫലപ്രദവും ഗൗരവപൂർവവുമായി യാതൊരുവിധ മുൻധാരണയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ അത്രയ്ക്ക് ഹീനവും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഹരം ബാധിച്ചതുകൊണ്ട് പോലെ ദുർഗ്രാഹ്യവുമാണ്. ഉദാഹരണത്തിന്, വാഹന നിബിഡമായ ഒരു തിരക്കിട്ട റോഡിലൂടെ കണ്ണും പൂട്ടി തന്നിഷ്ടത്തോടെ റോഡ് കുറുകെ കടക്കുന്നതിന് നിത്യ തൊഴിലാക്കിയ ഒരാളുടെ കാര്യം നോക്കാം. അനന്തമായി ചീറിപ്പായുന്ന വാഹനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു ചാടുന്നത് അയാൾക്കൊരു രസമായിരുന്നു. അയാൾ ഒരു രസമാക്കിയിരുന്നു. സ്നേഹസമ്പൂർണമായ മുന്നറിയിപ്പുകളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് കുറെ നാൾ അയാൾ ഈ പണി ആസ്വദിക്കുന്നു. ഈ ഘട്ടം വരെ അയാൾ ഒരു തമാശക്കാരനാണെന്ന് എന്ന മട്ടിൽ നിങ്ങളും അയാളെ മുദ്ര കുത്തുന്നു. ഭാഗ്യം അയാളെ തുടരെ അയാൾ പരിക്കേൽക്കുകയും ചെയ്യുന്നു. സാമാന്യ ബുദ്ധി കൊണ്ടുണ്ടെങ്കിൽ അയാൾ ഈ പണി നിർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും അയാൾ ഒരു അപകടത്തിൽപ്പെടുകയും അയാളുടെ തലയോട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതിന്റെ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ പാടെ വളരെ സ്പീഡിൽ വന്ന ഒരു വാഹനം തട്ടി അയാളുടെ കൈകൾ ഒടിയുന്നു. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെയുള്ള തന്റെ
ഭ്രാന്തമായ കുറുകച്ചാടൽ താൻ എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന് അയാൾ സത്യം ചെയ്യുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം അയാളുടെ കാലുകൾ ഒടിഞ്ഞ് ആശുപത്രിയിലെത്തുന്നു. പോരെ ഓക്കെ, താങ്ക് യു ഷൈജു. അപ്പൊ ഓക്കെ, നമ്മളിപ്പം ഇതൊരു അതിര് കടന്ന സംഗതിയാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചേക്കാം. ജിമ്മിന്റെ കഥ ഇതൊക്കെ അപൂർവം സംഭവിക്കുള്ളൂ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. കാരണം എന്താ വെച്ചാല് അത് അങ്ങനെയാണല്ലോ ഓരോ കഥകളും നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ മദ്യം കുടിച്ചതിന് ശേഷമുള്ള അനന്തര ഫലങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര വലിയ കാര്യങ്ങളായിരിക്കില്ലെങ്കിലും ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പല വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴായിട്ട് സംഭവമായിട്ടുണ്ട്. മദ്യം കുടിച്ചതിന് ശേഷമുള്ള അനന്തര ഫലങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇതൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ജിമ്മിലുള്ളതിനേക്കാൾ കൂടുതലായി. അതാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ജിമ്മിനുള്ളതിനേക്കാളൊക്കെ ഈ പറഞ്ഞ അനുഭവത്തിനേക്കാളൊക്കെ അത്രയും കൂടുതലായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ എന്തിനേയും നീതീകരിക്കൽ എന്ന സ്വഭാവത്തോടുള്ള അനുയോജ്യമായ രസകരമായ ഒരു മാനസിക പ്രവണത കൂടി എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ്. നമ്മൾ എല്ലാത്തിനോടും ഒരു കളവും ന്യായീകരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ മൂടി വെക്കുന്ന ഒരവസ്ഥ. രാവിലെയൊക്കെ കുടിച്ചിട്ട് ബാറിലൊക്കെ പോയി വന്നാലും ആരും ചോദിച്ചാലും പറയും അത് ഇന്നലത്തെയാണ് മിനിയാന്നത്തെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കരയുന്ന അവസ്ഥ. അപ്പൊ ഇതുപോലെ പല ഭ്രാന്തമായ അവസ്ഥകളും ഈ ആദ്യത്തെ കുടി കുടിക്കുന്നതിന് അനിവാര്യമായും എന്തെങ്കിലും ഭ്രാന്തിന് തുല്യമായ ചില നിസ്സാര ഒഴിവുകളൊക്കെ പറയുക എന്നത് എന്താ പറയുക, ഞങ്ങളുടെ ശക്തമായ ന്യായീകരണ സ്വഭാവം ഞങ്ങളെ മദ്യം കഴിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നതിലൊക്കെ പരാജയപ്പെട്ടു എന്നതാണ്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് എല്ലാ നേരായ്മയോടും ആത്മാർത്ഥതയോടും കൂടിയൊക്കെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിക്കും. പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു ഈശ്വര, അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തതെന്നൊക്കെ ആ ഒരു തോന്നലൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു കുറ്റബോധമായിട്ടൊക്കെ പലപ്പോഴും ചോദിക്കും. മറ്റു ചില അവസരങ്ങളിൽ ശരീരത്തിന്റെ ഈ പിരിമുറുക്കം, അതായത് നമുക്ക് ക്ഷീണം ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ടൊക്കെ നമ്മുടെ എന്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാറുണ്ട്. അപ്പം തന്നെ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ കുടിച്ച് ഉന്മത്തരാവാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുടിയുടെ തുടക്കങ്ങളുടെ കാര്യത്തിൽ പോലും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ കുടിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒഴിവുകൾ പറയുക എന്നത് തനി വട്ടന്മാരുടെ സ്വഭാവമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാൻ നിർബന്ധിതരാണ്. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഉണ്ടായപ്പോൾ ഒഴിവുകളൊക്കെ നമ്മൾ പറയുന്നതൊക്കെ സമ്മതിച്ചു തരാൻ ഇപ്പൊ ഈ കൂട്ടായ്മയിലായതുകൊണ്ട് നമ്മൾ തയ്യാറാണ്. വെറുതെ രസത്തിന് വേണ്ടി അല്ലാതെ മനഃപൂർവ്വം ഞങ്ങൾ കുടിക്കാൻ ആരംഭിച്ചപ്പോഴൊക്കെ അങ്ങനെ കുടിക്കുന്നതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ ഫലപ്രദവും ഗൗരവപൂർവമായ യാതൊരുവിധ മുൻധാരണയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ റിലാപ്സുകൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, മനഃപൂർവ്വം ഞങ്ങൾ കുടിക്കാൻ ആരംഭിച്ചപ്പോൾ, ഒരു രസത്തിന് വേണ്ടിയല്ലാതെ മനഃപൂർവ്വം തന്നെ നമ്മൾ കുടിക്കാൻ ആരംഭിച്ചപ്പോൾ അങ്ങനെ കുടിക്കുന്നതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അറിഞ്ഞുകൊണ്ട് വാരിക്കുഴിയിൽ വീണിട്ട് അലറാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളോട് പറയുകയാണ്. നമ്മുടെ ഈ പെരുമാറ്റങ്ങൾ അത്രയ്ക്ക് ഹീനവും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഹരം ബാധിച്ചതിന്റെ ഒക്കെ ദുർഗ്രാഹ്യവുമാണ്. ഉദാഹരണത്തിന് ഒരു കഥ പറയാ, നമ്മള് ഇപ്പൊ ഈ വീണ്ടും ഒരു ഭ്രാന്തമായ അവസ്ഥയാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ഒരു ഭ്രാന്തന് സമാനമായ ഒരു വ്യക്തിയുടെ ചില നാടകങ്ങള്, ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്നത് ഹരമാക്കി മാറ്റിയ ഒരു കക്ഷി, അയാൾക്ക് എത്ര തിരക്കിട്ട റോഡും അയാൾ അനായാസേന അയാൾ ക്രോസ് ചെയ്യും. അതായത് കണ്ണ് കെട്ടിക്കൊണ്ട് അയാൾ ക്രോസ് ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായിട്ട് അയാൾക്ക് എന്താണ്, പല മുന്നറിയിപ്പുകളൊക്കെ അയാൾ എന്ത് ചെയ്യും, തൃണവൽക്കരിക്കും. അതായത് അയാൾ അതിനെ എതിർക്കും. എന്നിട്ട് കുറെ നാൾ അയാൾ ഈ പണി ആസ്വദിക്കും. പക്ഷെ എന്താണ്, ഏതെങ്കിലും ഒരു ഘട്ടം വരുമ്പോ അയാൾക്ക് എന്താ പറയാ, ഒരു ഭാഗ്യം അയാളെ വിട്ടൊഴിയുകയും
തുടരെ അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ ഈ പണി നിർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? നമ്മളിത് വായിക്കുമ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാവും. എന്താ വെച്ചാൽ അത് നമ്മൾ എന്താണ് ഇത് നിർത്തും എന്നുള്ളത് നമുക്ക് തോന്നും. ഏത് കാര്യങ്ങളും ബസ് വന്നാലും റോഡ് എന്ത് വന്ന് ഇടിച്ചാലും നമുക്ക് തോന്നും ഇതൊക്കെ ഒന്ന് നിർത്താൻ തോന്നും. പക്ഷേ നമ്മളെ സംബന്ധിക്കുന്ന മധ്യാഹ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര അടി കിട്ടിയാലും അയാൾ അതൊന്നും നമുക്ക് നിർത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഒരു ഭ്രാന്തനെ പോലെ നമ്മൾ ഇനിയും അത് ആവർത്തിക്കുന്ന ഒരവസ്ഥ കുടിമൂലം ജീവിതത്തിലുള്ള എല്ലാം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അതിനിട്ട് ആഗ്രഹവുമില്ല, നിങ്ങൾ നൽകിയ വിവരങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിനയല്, നിഷേധഭാവം നമ്മൾ കാണിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ അതിനെ നമ്മൾ ചെറുത്തു നിൽക്കും. അതാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞത്. ഇനിയിപ്പോ 38ാമത്തെ പേജ് നമുക്ക് ഇതും കൂടി വായിച്ചിട്ട് നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഓക്കെ, ഹലോ. കാലങ്ങളോളം ഈ പെരുമാറ്റം തുടരുന്നു. അതോടൊപ്പം താൻ ഇനി കൂടുതൽ സൂക്ഷിച്ചു കൊള്ളാമെന്നും നടു റോഡിൽ നിന്ന് താൻ ഇനി മാറി നിന്ന് കൊള്ളാമെന്നും അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം അയാൾ മറ്റൊരു പണിക്കും കൊള്ളാത്തവനായി മാറുന്നു. അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അയാൾ പരിഹാസ്യനായി മാറുന്നു. തന്റെ തലയിൽ നിന്ന് ഈ റോഡ് മറികടക്കുക എന്ന ആശയം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് അയാൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നേരെയാകുന്നതിന് വേണ്ടി അയാൾ ഒരു ഭ്രാന്താശുപത്രിയിൽ അടച്ച മുറിയിൽ കഴിയുന്നു. പക്ഷെ അയാൾ പുറത്തിറങ്ങുന്ന ദിവസം ചീറി വരുന്ന ഒരു ഫയർ എഞ്ചിന്റെ മുന്നിൽ അയാൾ പെടുന്നു. ഈ അപകടത്തിൽ വെച്ച് അയാളുടെ മുതുകെല്ലൊടിയുന്നു. ഇങ്ങനെയുള്ള ഒരാൾ തനി വട്ടനാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. ഞങ്ങൾ മുകളിൽ കാണിച്ച ഉദാഹരണം വേണ്ടതിലധികം പരിഹാസ്യമായി പോയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? പക്ഷെ ഇത്തരം ആളുകളുമായി അടുത്തിടപഴകിയിട്ടുള്ള ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ റോഡ് മുറിച്ച് കടക്കുന്നവനെ പോലെയാണ് ഒരു അമിത മദ്യപാന രോഗിയുടെയും സ്ഥിതി എന്ന് തുറന്നു സമ്മതിക്കേണ്ടി വരും. നേരത്തെ കാണിച്ച ഉദാഹരണം അമിത മദ്യപാന രോഗികളായ നിങ്ങൾക്ക് അത്രമേൽ അനുയോജ്യമാണ്. മറ്റെന്തൊക്കെയോ ബുദ്ധിപരമായ ഔന്നിത്യമുണ്ടെങ്കിലും ശരി, മദ്യവുമായി ഇടപഴകുമ്പോൾ ഒരു അമിത മദ്യപാന രോഗി ഭ്രാന്തനെ പോലെയാണ്. ഇത് കൂടുതൽ കടുത്ത ഭാഷയിൽ ഇതിത്തിരി കടുത്ത ഭാഷയാണെന്നറിയാം. പക്ഷെ അതല്ലേ സത്യം? നിങ്ങൾ ചിലർ കരുതിയേക്കാം ശരി, നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ്. പക്ഷെ അവ പൂർണ്ണമായും ഞങ്ങളുടെ കാര്യത്തിൽ യോജിക്കുന്നവയല്ല. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില രോഗലക്ഷണങ്ങളൊക്കെ ഞങ്ങളിലുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങളൊക്കെ ചെന്നെത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ സ്ഥിതിയിലൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല. ഇനി അങ്ങോട്ട് എത്താനും പോണില്ല. കാരണം അങ്ങനെയൊന്നും ഇനി ജീവിതത്തിൽ സംഭവിച്ചുകൂടെന്ന് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കുടി മൂലം ജീവിതത്തിലുള്ളതെല്ലാം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതിനൊട്ട് ആഗ്രഹവുമില്ല. നിങ്ങൾ നൽകിയ വിവരങ്ങൾക്ക് നന്ദി. ഓക്കെ, അപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന അയാളുടെ കഥ വീണ്ടും തുടരുകയാണ്. അങ്ങനെ അത് അവസാനിപ്പിച്ചതാണ്. അത് ശരിക്ക് എന്താ പറയാ, ഒരു നിഷേധ സ്വഭാവമുള്ള ഒരു മദ്യാസക്തന്റെ ഒരു വൃത്തികെട്ട തലതിരിഞ്ഞ ചിന്തകൾ തന്നെ. ചിലപ്പോൾ ചികിത്സയ്ക്ക് പോവും, അയാൾ തിരിച്ചു വരും, കുറച്ച് ദിവസം കൈരിയിലേക്ക് വന്ന് തിരിഞ്ഞടിക്കും, വീണ്ടും അയാൾ കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ അയാൾ കുറെ ന്യായങ്ങളൊക്കെ പറയും. അത് ഭാര്യ ശരിയില്ലായിരുന്നു, അത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയും. അത്രയൊക്കെ തന്നെ എവിടെയും നടക്കുന്നുണ്ട്. അപ്പൊ കാലങ്ങളോളം അയാൾ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യണ പരിപാടി നടത്തിയ ആള് അപകടം പറ്റി ആസ്പത്രിയിൽ കിടന്നിട്ടും അയാൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാല്, ഞാനിത് കുറെ കാലമായിട്ട് ചെയ്യുന്ന ഒരാളാണ്, എന്റെ അത്ര മിടുക്ക് ഈ കാര്യത്തിൽ വേറെ ആർക്കും ഇല്ല, അതുകൊണ്ട് ഞാനിത് വളരെ രസകരമായിട്ട് വീണ്ടും ചെയ്യും, ഒരു ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി എന്നുള്ള ന്യായം പറച്ചിലോട് കൂടി അയാൾ വീണ്ടും ഇത് ആരംഭിക്കും. വീണ്ടും ചീറി പാഞ്ഞു വരുന്ന ബസ് ലോറി അടിച്ചാണ് വീണ്ടും കൈയും കാട്ടി. അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മളെ മദ്യപാനത്തിന്റെ ഒരു വീണ്ടും റിലാക്സും എയർ വരികയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന വലിയൊരു കഥയായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ തന്റെ തലയിൽ നിന്ന് ഈ റോഡ് മറികടക്കുക എന്ന ആശയം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് അയാൾ ആത്മാർത്ഥമായും കരുതുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നേരെയാകുന്നതിന് വേണ്ടി അയാൾ ഒരു ഭ്രാന്താശുപത്രിയിൽ അടച്ച മുറിയിൽ കഴിയുന്നു അല്ലെ? അയാൾക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട് ഉള്ളിൽ. പക്ഷെ അയാള് പുറത്തിറങ്ങുന്ന ദിവസം തന്നെ അയാൾ എന്താണ്,
ഈ ഒരു ലോറിയുടെ അടിയിൽ പെടുകയാണ്. ഈ ഒരു അപകടത്തിൽ വെച്ച് അയാളുടെ മുതുകെല്ലൊക്കെ ഒടിഞ്ഞ് അങ്ങനെ അയാൾ എന്താണ് തനി വട്ടനാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. ഇത്രയൊക്കെ അപകടം പറ്റിയിട്ടും അയാൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭ്രാന്ത് എന്നല്ലാതെ എന്താ പറയുക എന്നൊക്കെ നമുക്ക് തോന്നും. അതാണ് ഇത്രയും വിശദമായ ഒരു ഉദാഹരണം വേണ്ടതിലധികം പരിഹാസ്യമായി പോയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ശരിക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു വ്യക്തിഗതകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നടന്നതെന്നുള്ളത് നമുക്ക് ശരിക്കും കണ്ടെത്താൻ കഴിയും. അപ്പം നേരത്തെ കാണിച്ച ഉദാഹരണം അമിത മദ്യപാന രോഗികളായ ഒരാൾക്ക് അത്രമേൽ അനുയോജ്യമാണ്. കാരണം മറ്റെന്തൊക്കെ ബുദ്ധിപരമായ ഔന്നത്യമുണ്ടെങ്കിലും ശരി, മദ്യവുമായി ഇടപഴകുമ്പോൾ ഒരു അമിത മദ്യപാനാസക്തൻ ഭ്രാന്തനെ പോലെയാണ്. ഇത് ഇത്തിരി കടുത്ത ഭാഷയാണെന്ന് അറിയാം, പക്ഷെ അത് തന്നെയല്ലേ നമ്മളുടെ സത്യം എന്നുള്ളത് അയാള് നമ്മളോട് ചോദിക്കുകയാണ്. നമ്മളിതൊക്കെ ഒരു ഇതായിട്ടൊക്കെ തമാശയായിട്ടോ ചിലപ്പം വേറെ എന്തെങ്കിലും നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും ഇതൊക്കെ സത്യമായിട്ട് ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്നത്. അപ്പം നിങ്ങൾ ചിലർ കരുതിയേക്കാം, ശരി നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്, പക്ഷെ അതൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ ഇത്രയൊന്നും ആയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ചില ലക്ഷണങ്ങളൊക്കെ ഞങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കാം. പക്ഷേ നിങ്ങളൊക്കെ ചെന്നെത്തിപ്പെട്ടിട്ടുള്ള അതേ അങ്ങേയറ്റത്തെ സ്ഥിതിയിലൊന്നും എൻ്റെ അത്ര ഒന്നും ഞാൻ റോഡിലെത്തിയിട്ട് വീണ്ടൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ അതിനെന്തെങ്കിലും മറികടക്കും. പക്ഷേ എന്താണ് ഇനി ജീവിതത്തിൽ സംഭവിച്ചു കൂടെന്ന്, കാരണം അങ്ങനെയൊന്നും ഇനി ജീവിതത്തിൽ സംഭവിച്ചു കൂടെന്ന് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വെളിച്ചത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പം എത്തിയൊക്കെ കൂടുതലാണെങ്കിൽ അതിന് വേദനിച്ച് കുടിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുടി മൂലം ജീവിതത്തിൽ ഉള്ളതെല്ലാം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അതിനൊട്ട് ആഗ്രഹവുമില്ല. നിങ്ങൾ നൽകിയ വിവരങ്ങൾക്ക് നന്ദി. അപ്പം പല ആളുകളും നമ്മൾ എത്രയൊക്കെ തൊണ്ട കീറി പറഞ്ഞാലും അവരോട് ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങളത്ര പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ അവസ്ഥയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് നിങ്ങൾ തന്ന വിവരങ്ങൾക്കൊക്കെ നല്ല സന്തോഷമുണ്ട്, ഞങ്ങൾ നമ്പർ ഇവിടെ എഴുതി വെക്കാം, അത്യാവശ്യത്തെ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോവുകയാണ് ചെയ്യാൻ. ഇതാണ് നമുക്ക് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ വായിച്ചതില് രണ്ട് കഥയാണ്. ഒന്ന് ആ ജിമ്മിന്റെ കഥയും, ഒന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുടെ കഥയും. മദ്യാസക്തിയെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് പല രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കാനാണ്. അത് രണ്ട് കഥയിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. എന്തായാലും 11:45 ഇന്നത്തെ വായന നമുക്ക് ഇവിടെ വെച്ച് നിർത്തിക്കൊണ്ട് തുടർന്നുള്ള ഷെയറിങ്ങും കാര്യങ്ങൾക്കായിട്ട് മോഡറേറ്ററെ ഏൽപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു ഷംസുദ്ദീൻ. താങ്ക് യു. നന്ദി ലതീഷ് കേട്ടോ. എന്തായാലും നമ്മുടെ മിഡ്നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൽ മാസങ്ങളായി ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ ബിഗ് ബുക്ക് സ്റ്റഡി പ്രോഗ്രാം നമ്മളൊപ്പം അവതരിപ്പിക്കുന്നത് ലതീഷ് ചേട്ടനാണ്. പതിപോലെ വളരെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ നമ്മളോടൊപ്പം സംസാരിച്ച ലതീഷ് ചേട്ടനെ മിഡ്നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ലതീഷ് ചേട്ടാ. ഇത്ര നേരം സംസാരിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അന്വേഷണമോ തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം, കടന്നു വന്ന് ചോദിക്കാവുന്ന. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സമയം ജനറൽ ഷെയറിങ്ങിലേക്ക് കടക്കാം.